90 മീറ്റർ ദൂരം 9 സെക്കൻഡിൽ ഓടിത്തീർത്ത് 10ാമത്തെ ടച്ചിലൊരു തകർപ്പൻ ബുള്ളറ്റ് ഷോട്ട്. സ്വപ്നം പോലൊരു സോളോ ഗോൾ, അതിലുപരി മധുര പ്രതികാരം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ FC കോപ്പൻഹേഗനെതിരായ മാച്ചിൽ ടോട്ടനം ഹോട്ട്സ്പറിന്റെ 24-കാരൻ സെന്റർ ബാക്ക് മിക്കി നേടിയ സോളോ ഗോൾ കണ്ടിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ പിറന്ന ഏറ്റവും മനോഹരമായ അസാധ്യമായ ഗോളുകളിൽ ഒന്നായാണ് ഫുട്ബോൾ ആരാധകർ അതിനെ വാഴ്ത്തുന്നത്. 9.58 സെക്കൻഡിൽ 100 മീറ്റർ ഓടി ലോക റെക്കോർഡിട്ട ജമൈക്കൻ സ്പ്രിന്റർ ഉസൈൻ ബോൾട്ടിനെ അയാൾ ഓർമ്മിപ്പിച്ചു. പന്ത് കാലിലായിരുന്നെങ്കിൽ ബോൾട്ടിന്റെ റെക്കോർഡും അയാൾ തകർത്തേനെ. ഇനി അല്പം ഫ്ലാഷ് ബാക്ക് ആയാലോ. ചെൽസിക്കെതിരായ തൊട്ടു മുൻപത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഇതേ ഡിഫൻഡറുടെ പിഴവിൽ ടീം 1-0 തോറ്റിരുന്നു. മിക്കിക്ക് സംഭവിച്ച ആ ഡിഫൻസീവ് പിഴവ് കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത്. കാരണം എന്താണെന്നല്ലേ പറയാം. ഈ പിഴവിന്റെ പേരിൽ സ്വന്തം ടീമിന്റെ ആരാധകരാൽ ഡച്ച് ഡിഫൻഡറായ മിക്കി ഫാൻ ഡെ വെൻ അപമാനിതനായിരുന്നു. മത്സരത്തിന് ശേഷം ടോട്ടനം ഫാൻസ് അയാളെ കൂവി വിളിച്ചു. അപമാന ഭാരത്താൽ തലകുനിച്ച് അടക്കാനാകാത്ത ദേഷ്യത്തോടെ കോച്ചിനും സഹതാരങ്ങൾക്കും കൈകൾ പോലും കൊടുക്കാതെയാണ് മിക്കി നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയത്. ഈ ദുഃഖവും പേറിയാണ് മിക്കി എന്ന ഡച്ച് പോരാളി ഹോം ഗ്രൗണ്ടിൽ നടന്ന അടുത്ത ചാമ്പ്യൻസ് ലീഗ് മാച്ചിനെത്തിയത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ അയാൾക്ക് പലതും തെളിയിക്കേണ്ടിയിരുന്നു. ഡെൻമാർക്ക് ക്ലബായ FC കോപ്പൻഹേഗന്റെ 7ഓളം താരങ്ങളെ വെട്ടിയൊഴിഞ്ഞാണ് മിക്കി ഫാൻ ഡെ വെൻ വണ്ടർ ഗോൾ നേടിയത്. സ്വന്തം ടീമിന്റെ ബോക്സിൽ നിന്നും എതിർ പോസ്റ്റിലേക്കുള്ള ദൂരം 90 മീറ്റർ അയാൾ ഓടിത്തീർത്തത് വെറും 9 സെക്കൻഡിലാണ്. തടയാൻ ഓടിയെത്തിയ എതിരാളികളെയെല്ലാം അയാൾ ആ മാജിക്കൽ സോളോ റണ്ണിലൂടെ ബഹുദൂരം പിന്നിലാക്കി. ബോക്സിലേക്ക് എത്തും മുമ്പേ 9 മാജിക്കൽ ടച്ചുകൾ അയാൾ പൂർത്തിയാക്കിയിരുന്നു. ഗോൾ പോസ്റ്റും ഗോളിയും മാത്രം മുന്നിൽ നിൽക്കെ 10ാമത്തെ ടച്ച് അതൊരു ബുള്ളറ്റ് ഷോട്ടായിരുന്നു. കോപ്പൻഹേഗന്റെ ഗോളി ഡൊമിനിക് കൊഡാർസ്കിയെ മറികടന്ന് പന്ത് വലകുലുക്കുമ്പോൾ ഫാൻസ് ആർത്ത് വിളിച്ചു, മിക്കി നീ ഹീറോടാ. ആ ഒരൊറ്റ സോളോ ഗോളോടെ അയാൾ വില്ലനിൽ നിന്നും ഹീറോ ആയി മാറിയിരിക്കും. പിന്നാലെ മധുര പ്രതികാരം വീട്ടിയ ആഹ്ലാദത്തിൽ അദ്ദേഹം ടോട്ടനം ഫാൻസിനെ നോക്കി ഒരു ഗോൾഡ് സെലിബ്രേഷൻ നടത്തി. ഇനി ആർക്കാണ് എന്നെ കൂവി തോൽപ്പിക്കേണ്ടത് എന്ന മട്ടിൽ ചെവി കൂർപ്പിച്ചു നിന്നു. അതെ, വിമർശകരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച് അയാൾ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ കോപ്പൻഹേഗനെ 4-0 ടോട്ടനം നാണം കെടുത്തിയത്. അക്കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായ ഗോൾ മിക്കിയുടേതായിരുന്നു. ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായും കാലം ഈ സോളോ റണ്ണിനെ വാഴ്ത്തുമെന്ന് ഉറപ്പാണ്. സോളോ ഗോൾ പിറന്ന ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം ടോട്ടനം കോച്ച് തോമസ് ഫ്രാങ്കും ഡച്ച് ഡിഫൻഡറെ പ്രശംസ കൊണ്ട് മൂടിയിരുന്നു. ഇതുപോലെ മിക്കി ഇനിയും കളിക്കുകയാണെങ്കിൽ അവന് ദേഷ്യം വന്ന് കൈതരാതെ ഡ്രസ്സിംഗ് റൂമിൽ പോയാലും കുഴപ്പമില്ല. കോപ്പൻഹേഗനെ തകർത്ത ശേഷമായിരുന്നു ടോട്ടനം കോച്ചിന്റെ ഈ പ്രതികരണം. ചെൽസിക്കെതിരായ മത്സരത്തിൽ കാണികൾ കൂക്കി വിളിച്ച് അപമാനിച്ചപ്പോഴാണ് താരം കോച്ചിന് പോലും കൈകൊടുക്കാതെ ഗ്രൗണ്ട് വിട്ടത്. ഹോം ഗ്രൗണ്ടിൽ വെച്ച് സ്വന്തം ടീമിന്റെ ആരാധകരുടെ കൂവൽ കേൾക്കുന്നതിലും വലിയ അപമാനം വേറെ വല്ലതുണ്ടോ? പ്രീമിയർ ലീഗിൽ 3 ഗോളുകളും ചാമ്പ്യൻസ് ലീഗിൽ 2ഉം സൂപ്പർ കപ്പിൽ 1 ഗോളും നേടിയ മിക്കിയാണ് 2025-26 സീസണിൽ ടോട്ടനത്തിന്റെ ടോപ്പ് സ്കോറർ എന്നതും കൗതുകമുണർത്തുന്ന ഒരു വസ്തുതയാണ്. ആഴ്സണൽ സ്ട്രൈക്കർ വിക്ടർ ഗ്യോക്കെറസ് സീസണിൽ ആകെ നേടിയതും ഇത്രയും തന്നെ ഗോളുകളാണ് എന്നതാണ് രസകരമായ വസ്തുത. ചെൽസിക്കെതിരെ ഗോളിന് കാരണമായി എന്നതുകൊണ്ട് മിക്കി ഡിഫൻഡർ എന്ന നിലയിൽ പരാജയമാണ് എന്നൊന്നും ആരും കരുതിയേക്കില്ലേ. ഈ സീസണിൽ ടോട്ടനത്തിന്റെ സെന്റർ ബാക്ക് എന്ന നിലയിൽ 11 ക്ലീൻ ഷീറ്റുകളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത്. പിണഞ്ഞ ചെറിയൊരു കയ്യബദ്ധത്തിന്റെ പേരിലാണ് ടോട്ടനം ഫാൻസ് വിശ്വസ്തനായ ഡിഫൻഡറെ അപമാനിച്ചത്. അതിന് ഹോം ഗ്രൗണ്ടിലെ സോളോ ഗോളിലൂടെ ഉചിതമായ മറുപടി നൽകാനായിടത്താണ് മിക്കി ഫാൻ ഡെ വെൻ കയ്യടി നേടിയത്.